ഒന്ന് മര്യാദ കാണിക്കും മിസ്റ്റർ. ഞാൻ ഒരു മിനിറ്റ് പറയുമ്പോഴേക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്താ പിന്നെ എന്തിനാ ചർച്ചയ്ക്ക് വിളിക്കണേ? താങ്കൾ പറഞ്ഞ തെറ്റ് ഞാൻ പറയാം. ഈ മന്ത്രി എന്തു പറഞ്ഞു എന്നാ താങ്കൾ പറഞ്ഞേ? മന്ത്രി പറഞ്ഞ വാചകം ഞാൻ പറയാം. JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ശ്രീ വാസവൻ പറഞ്ഞത്. ഇവിടെ ഒരു ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് ശ്രീ വാസവൻ പറഞ്ഞു. ഇവിടെ സുവർണാവസരം കാത്തു നിൽക്കുന്നവർ, പ്രളയം വരും, ഉരുൾപൊട്ടൽ വരും, വലിയ വെള്ളപ്പൊക്കം വരും, അതൊക്കെ ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞ് ആ ആഘോഷിക്കുന്നവർ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ താങ്ങും. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കില്ലേ, എത്ര ആരോപണം വസ്തുതയുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ചാൽ, പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ടാൽ, എത്ര വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ താങ്ങും. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പോ ആരോഗ്യമന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, അതിനു മുൻപ് ആ രാജി ആവശ്യം വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇന്ന് അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയം മുതൽ ഇങ്ങോട്ട് നമ്മൾ ശ്രദ്ധയിൽ വരുത്തുന്ന പല കാര്യങ്ങളും, നേരത്തെ ചാണ്ടി ഉമ്മൻ ചില മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നേരിട്ട് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞ കാര്യം പറഞ്ഞു. അത് മുഖവിലേക്ക് എടുക്കേണ്ട, കാരണം രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ പലതും പറയും എന്നുള്ളതായിരിക്കുമല്ലോ നമ്മൾ സാധാരണ അതിനെ പ്രതിരോധിക്കാൻ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ കേരളത്തിലെ പല മാധ്യമങ്ങൾ, മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ, മലപ്പുറം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, കാസർഗോഡ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒക്കെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട അപര്യാപ്തത നിരന്തരം അതിനുശേഷം വാർത്തകളായി നൽകിയിട്ടുണ്ട്. അതൊരു വലിയ അജണ്ടയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയുകയുമാകാം. പക്ഷെ യാഥാർത്ഥ്യം എന്നുള്ളത് ദൃശ്യങ്ങളുടെ അടക്കം സഹായത്തോടെ, ഇപ്പൊ ഈ മെൻസ് ഹോസ്റ്റലിന്റെ കാര്യം തന്നെ 2-3 ദിവസമായി വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രതികരണം അടക്കം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് ആ വാർത്ത മാറ്റിവെക്കുന്നത്. കാരണം അവരുടെ പ്രതികരണം അടക്കം കൊടുത്തില്ലെങ്കിൽ അതും അജണ്ട എന്ന നിലക്കായിരിക്കും പരിഗണിക്കപ്പെടുക. ഈ മുഴുവൻ കാര്യങ്ങളെയും അജണ്ട എന്ന് തമസ്കരിക്കാൻ കഴിയുമോ? എനിക്ക് ഇച്ചിരി സമയം വേണം, കാരണം ഇതിലെ വ്യാജ വാർത്തകളും നുണ പ്രസ്താവനകളുമായിട്ട് ഇതിലെ മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കണമല്ലോ. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് 2 പേജ് അയച്ചിട്ടുണ്ട്. അത് 1.5 മാസം മുമ്പ് 30/5/2025 2 മന്ത്രിമാർ പങ്കെടുത്ത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഡെവലപ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നാണ്. താങ്കളത് വായിക്കണം. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 30/5/2025 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ വച്ച് സഹകരണ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി നടത്തിയ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ എന്നതാണ്. അതിലെ ആദ്യത്തെ പേജ്, തുടർന്ന് യോഗത്തിൽ ചുവടെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തു എന്നതാണ്. അതിലൊന്ന്, EFG ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളും എത്രയും വേഗം പുതുതായി പണികഴിപ്പിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റുക. അതോടൊപ്പം തന്നെ 2, സർജിക്കൽ ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പൂർത്തിയാകുന്ന ഇടങ്ങളിലേക്ക് അതതു വിഭാഗങ്ങൾ മാറ്റുക. 3, EFG ബ്ലോക്ക് പൊളിച്ചു മാറ്റുന്നതിനുള്ള രേഖകൾ PWD എത്രയും വേഗം തയ്യാറാക്കി നൽകുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക. അങ്ങ് മനസ്സിലാക്കണം, മെയ് മാസം 30 യോഗം ചേർന്ന് 2 മന്ത്രിമാർ ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം, പുതിയ ബ്ലോക്കിൽ പണി പൂർത്തിയാകാൻ കാത്തുകണ്ട, പൂർത്തിയായിടത്തേക്ക് മാറ്റുക, ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പൊ കളക്ടർ അന്വേഷിക്കുകയാണ്. ഈ തീരുമാനമെടുത്ത മന്ത്രിമാരെയാണ് ഇവിടെ കോൺഗ്രസും BJPയും നിരീക്ഷകന്മാരും. മര്യാദ കാണിക്കും. ഞാൻ പറയട്ടെ, അത് ഞാൻ പറയട്ടെ കൃത്യമായി, അത് പരിശോധിക്കട്ടെ. ഈ ഉത്തരവ് എടുത്ത മന്ത്രി, ഈ ഉത്തരവെടുക്കാൻ ഉടൻ പൊളിച്ചു മാറ്റണമെന്നും ഉടൻ ഷിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ മന്ത്രി, ആ മന്ത്രിയുടെയാണ് കോലം കെട്ടി അത് പല രൂപത്തിൽ ചിത്രീകരിച്ച് ഈ റോട്ടിലൂടെ മുഴുവൻ ആക്ഷേപിച്ച്. താങ്കൾ ചോദിച്ചല്ലോ, ഒരു വനിതയെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ശ്രീ AKG മരണശയ്യയിൽ കിടക്കുമ്പോൾ കാലം വന്ന് വിളിച്ചിട്ടും എന്തിയെ ഗോപാല പോകാത്തത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചവരാ ഇവർ ഇതിലും വലുത് വിളിക്കും, വലുത് ആക്ഷേപിക്കും. കാരണം ഈ ഒരു മിനിറ്റ്സ് കൃത്യമായി ജനങ്ങൾ അറിയണം. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ മന്ത്രിമാർ പറഞ്ഞത്. ഒന്ന് മര്യാദ കാണിക്കും മിസ്റ്റർ. ഞാൻ ഒരു മിനിറ്റ് പറയുമ്പോഴേക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്താ പിന്നെ എന്തിനാ ചർച്ചയ്ക്ക് വിളിക്കണേ? താങ്കൾ പറഞ്ഞ തെറ്റ് ഞാൻ പറയാം. ഈ മന്ത്രി എന്തു പറഞ്ഞു എന്നാ താങ്കൾ പറഞ്ഞേ? മന്ത്രി പറഞ്ഞ വാചകം ഞാൻ പറയാം. JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ശ്രീ വാസവൻ പറഞ്ഞത്. ഇവിടെ ഒരു ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് ശ്രീ വാസവൻ പറഞ്ഞോ? മന്ത്രി പറഞ്ഞത്. രണ്ടാമത്തെ മന്ത്രി, മറ്റാരും ഇവിടെ ഉള്ളതായി നിലവിൽ അറിവില്ല, മറ്റു മെഷീനുകൾ കൂടി എത്തി പരിശോധന നടത്തിയിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. ഇത് അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുത്ത വിവരമാണ് മന്ത്രിമാർ പറഞ്ഞത്.
ഈ മന്ത്രിമാരൊന്നും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയും പറഞ്ഞില്ല, ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളെയും വൈകിപ്പിച്ചില്ല. ചില മാധ്യമങ്ങൾ ആ നിമിഷം മുതൽ നടത്തുന്ന ആരോപണം ഏറ്റുപിടിച്ച് കോൺഗ്രസും BJPയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുക. പിന്നെ ഇവിടെ ഒരു നിരീക്ഷകൻ പറയുന്നുണ്ടല്ലോ, പ്രവർത്തന പരിചയമില്ലാത്ത മന്ത്രി. LDFന്റെ ഈ രണ്ടാം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും പുതിയ ആളാണ്. ഇവിടെ MP രാജേഷ് ആയാലും മുഹമ്മദ് റിയാസ് ആയാലും P രാജീവ് ആയാലും ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. എല്ലാ മന്ത്രിമാരെയും പുതുതായി കൊണ്ടുവരാൻ ഈ മന്ത്രിസഭ തീരുമാനിച്ച അവിടെ പ്രവർത്തന പരിചയമില്ല. ആ പ്രവർത്തന പരിചയത്തിന്റെ ഭാഗമായി തന്നെയാണ് വെറും 700 കോടി രൂപ കൊടുത്ത UDFന്റെ കാലത്ത് ഇപ്പോൾ 8000 കോടി രൂപ ഒന്നാമത്തെ പിണറായി സർക്കാർ മാറ്റിവെച്ച് ഈ കിഫ്ബിയെ എല്ലാ മണ്ഡലത്തിലും എതിർത്തല്ലോ. ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റലിലെ വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ കിഫ്ബി മൂലം നടത്തിയതാ. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞു. ഈ ഹോസ്റ്റൽ വരുന്ന തിങ്കളാഴ്ച മുതൽ പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് മറച്ചു വെച്ച് ചില പ്രചരണം. ഇവിടെയും ആ പഴയ ഹോസ്റ്റലിലും PWD നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 1969 കെട്ടിടമാണ് ആ ഹോസ്റ്റൽ കെട്ടിടം. പരിക്കുകളുണ്ടാവും, കുറവുകളുണ്ടാവും, അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കേരളത്തിന്റെ പഴയ നിയമസഭാ കെട്ടിടമുണ്ട് അവിടെ സെക്രട്ടേറിയറ്റിലുള്ള, ആ 150 കൊല്ലം പഴക്കമുണ്ട്. ഇതെല്ലാം പൈതൃക കെട്ടിടങ്ങളായിട്ട് സംരക്ഷിക്കുകയും പാകപ്പിഴകൾ ഉള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ സുവർണാവസരം കാത്തു നിൽക്കുന്നവർ, പ്രളയം വരും, ഉരുൾപൊട്ടൽ വരും, വലിയ വെള്ളപ്പൊക്കം വരും, അതൊക്കെ ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞ് ആ ആഘോഷിക്കുന്നവർ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് കാലത്ത് അല്ലല്ല അങ്ങനെ പറഞ്ഞു പോരുന്നല്ലോ. അപ്പൊ അങ്ങ് മാത്രം പറഞ്ഞു പോവാ എന്ന് പറയുന്ന ഒരു രീതിയായി പോയില്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോ അങ്ങ് പറയുന്നത് PWD വകുപ്പിന് മെയ്യിൽ അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖപ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞു. മെയ് മുതൽ ഇങ്ങോട്ട് PWD വകുപ്പ് എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു, അവരെ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോ കോലം മാറിപ്പോയി എന്നുള്ളതാണോ? ആരോഗ്യ വകുപ്പിനെ കുറ്റം പറയുമ്പോൾ PWD ആയിരുന്നു കുറ്റം പറയേണ്ടത് എന്നുള്ളതാണോ അങ്ങ് തന്നെ പറയുന്നത്? നിങ്ങൾ കത്തിച്ചോ, നിങ്ങൾ ആരോപണം ഉന്നയിച്ചോ, നിങ്ങൾക്ക് അല്ല ആഹ്വാനം ചെയ്യ അല്ല അത് നിങ്ങൾ ആക്രമിച്ചോ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയുടെ നാടല്ലേ ഇത്? ഈ കേരളത്തിന്റെ അവസാനത്തെ 38 കൊല്ലത്തെ ചരിത്രം എടുക്കുമ്പോൾ അതിൽ 24 കൊല്ലവും ഭരിക്കുന്നത് LDF ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോ അത്തരത്തിൽ ഒരു മന്ത്രിക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ആ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ എന്താ ആ കേസിന്റെ സ്ഥിതി എന്ന് അറിയാമോ? ആ ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നിങ്ങൾ ആഹ്വാനം ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. PWD വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർദ്ദേശം നൽകിയിട്ട് 2 മാസമായി അതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർ അന്വേഷിക്കുന്നു. അപ്പൊ കളക്ടർക്ക് PWD വകുപ്പിന്റെ അല്ലെങ്കിൽ PWD ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനൊരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനാസ്ഥയുണ്ടായത് PWDയുടെ ഭാഗത്തു നിന്നാണോ എന്ന് അങ്ങയുടെ ഉത്തരത്തിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് അങ്ങ് പറയുന്നത് ഞാൻ ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നത്. അതൊരു അനീതിയല്ലേ അഡ്വക്കേറ്റ് അരുൺകുമാർ? ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ഒരു ദുരന്തമുണ്ടായി, ഒരാൾ മരിച്ചു. അത് അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. ആ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അത് ആരാ ചെയ്തത്, അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ, കോലം കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് താങ്കളുടെ മര്യാദ. അത് താങ്കൾ ആഹ്വാനം ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുള്ള ചൂണ്ടയൊന്നും ഇട്ട് കൊടുക്കണ്ട. കോലം ഞാൻ ചോദിച്ചിട്ടില്ല, കോലം മാറിപ്പോയോ എന്ന് ചോദിച്ചുള്ളത് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ്. ആ വകുപ്പിന്റെ അല്ല ഈ വകുപ്പിന്റെ ആണെന്ന് അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കോലം മാറിപ്പോയതാണോ എന്ന്. കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അരുൺകുമാർ. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ താങ്ങും. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കില്ലേ, എത്ര ആരോപണം വസ്തുതയുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ചാൽ പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ടാൽ എത്ര വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ താങ്ങും. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് പരിചയമുണ്ട്. ഇത്തരത്തിൽ ഒഴുക്കിനെതിരെ നീന്തി വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഏതു വകുപ്പിനെതിരെ നിങ്ങൾ എന്തും ഉന്നയിച്ചോ. ഒരൊറ്റ അഴിമതി ആരോപണം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതി ചെന്ന പ്രതിപക്ഷ നേതാവിനോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞെന്താ, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഹൈക്കോടതിയുടെ ചുറ്റുപാടും ബാനർജി റോഡിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല. AI ക്യാമറ, ജലമെട്രോ, K-ഫോൺ എത്ര തവണ അഴിമതിയാന്നും പറഞ്ഞു പോയി. ഇപ്പൊ മാസപ്പടി ഒരു വാക്ക് ഉച്ചയിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഷോൺ ജോർജോ മറ്റാരെങ്കിലോ പേര് വെളിപ്പെടുത്തുന്നവരോ പേര് വെളിപ്പെടുത്താത്തവരോ ഈ വിഷയത്തിൽ ഒരാരോപണം ഉന്നയിക്കാൻ പാടില്ലെന്ന് ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഇപ്പൊ പറഞ്ഞിരിക്കുക. ഇന്നലെ ജില്ലാ കോടതിയിൽ ഉത്തരവ് അബ്സല്യൂട്ടാക്കി.
തെറ്റായ ആരോപണവും വ്യാജ ആരോപണമായി ഇറങ്ങി തിരിച്ചിരിക്കുക. ഏതെങ്കിലും വസ്തുതാപരമായ കാര്യം തെളിയിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരു, ഖുറാന്റെ ഉള്ളിൽ സ്വർണ്ണം, എത്ര അഴിമതി ആരോപണം ഉന്നയിച്ചു, എത്ര ഏജൻസി വന്നു, CBI, NIA, ED, കസ്റ്റംസ്, ഏതെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? അതിനെ അതിജീവിക്കാനും CPM കഴിഞ്ഞിട്ടുമുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അത് ആരോപണങ്ങളാണ്, ഇത് ആരോപണമല്ല. ഇത് നാട്ടിൽ നടന്നൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ നടത്തിയ പ്രതികരണമാണ്. അങ്ങനെ മുൻപ് പ്രതികരണം നടത്തിയ മന്ത്രി അന്ന് ധാർമ്മികതയുണ്ടായതിന്റെ പേരിൽ രാജിവെക്കുകയും പിന്നീട് അതില്ലാതിന്റെ പേരിലാണോ എന്നറിയില്ല തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്നത്, ജനങ്ങളോട് സംസാരിക്കുന്ന രീതി എന്നത് സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു ധാർമ്മിക അടിത്തറയുണ്ട് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. കാരണം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെയല്ല എങ്കിൽ അങ്ങനെ ആവേണ്ടതില്ല. ശരി, അരമിനിറ്റോടെ തരൂ. അതായത് താങ്കൾ ശ്രീ ചാണ്ടി ഉമ്മനെ വെച്ച് ചർച്ച തുടങ്ങി. ഈ ചാണ്ടി ഉമ്മന്റെ അച്ഛൻ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ 2012 ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു എന്നല്ലോ പറഞ്ഞേ. എന്തിയാ അന്ന് പൊളിക്കാത്ത? എന്തിയേ 2013, 14 13, 14, 15, 16 വരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. എന്തിയെ വീണ്ടും പണിയാത്ത? അത് ചോദിക്കുന്നില്ലല്ലോ. UDFന്റെ കാലത്ത് ഒന്നും വേണ്ട, പൊളിക്കോ വേണ്ട, പണിയോ വേണ്ട, അഴിമതി തന്നെ മതി. നിങ്ങൾക്ക് ഒരു പരാതിയില്ല. ഞങ്ങൾ 712 കോടി രൂപ ആ മെഡിക്കൽ കോളേജിൽ മുടക്കുന്നു. 16 കൊണ്ട് തീർന്നില്ല. 17, 18, 19, 20, 21, 22, 23 ഇങ്ങനെ 24 അങ്ങനെ അങ്ങ് പോവാണ്. 2025 ഇങ്ങനെ പോവാണ്. ഈ കാലഘട്ടത്തിൽ അപ്പാടെ അവിടെ നിലനിൽക്കുമ്പോൾ 3 വർഷത്തോട് ചോദിക്കുന്നതിന് മുൻപ് 9 വർഷത്തോട് ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങ് ക്ഷമിക്കൂ.